ക്വാഡ്രാറ്റിക് ഫോംസിലെ നമ്മുടെ അവസാനത്തെ തിയറമാണ് കൊക്രാൻസ് തിയറം. അപ്പോൾ ഇതൊരു നെയിംഡ് തിയറം ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് കൊക്രാൻസ് തിയറം ഓൺ ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് ചോദിക്കാം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുക? എക്സ് എന്ന് പറയുന്ന വെക്ടർ ഫോളോ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ക്യു ഐ എന്ന് പറഞ്ഞ് കെ നമ്പർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോംസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ക്വാഡ്രാറ്റിക് ഫോംസ് ഡിഫൈൻ ചെയ്ത് അതിലെ ഓരോ റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് AI-യുടെ റാങ്ക് എന്ന് പറയുന്നത് RI ആണ്. എല്ലാ റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ സം എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ ക്വാഡ്രാറ്റിക് ഫോംസ് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള, എല്ലാ ക്വാഡ്രാറ്റിക് ഫോംസും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ AIസിൻ്റെ റാങ്കുകളുടെ സം എന്ന് പറയുന്നത് പിക്ക് ഈക്വൽ ആയിരിക്കും. എന്താണ് പി? എക്സിൻ്റെ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാങ്ക്സിൻ്റെ സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ഓഫ് ദി എക്സ് വെക്ടറിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൻ്റെ നെസസറി പാർട്ട് സഫിഷ്യൻറ്റ് പാർട്ടും ഉണ്ട്. അപ്പം നെസസറി പാർട്ടാണ് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളത്, സഫിഷ്യൻസി പാർട്ട് ഈസിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെസസറി പാർട്ട് നോക്കാം. സോ നെസസറി പാർട്ടിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ഡീറ്റെയിൽസ് എഴുതുക. QIs എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. വി ഹാവ് ടു ഷോ ദാറ്റ് സമ്മേഷൻ RI ഈക്വൽ ടു പി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സമ്മേഷൻ RI പി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് ഇത്രയും എഴുതി വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുക. സോ QIs ഇൻഡിപെൻഡൻ്റ് ആണ്. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് RI ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ കൈ സ്ക്വയറിൻ്റെ റിപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം? ഈ QIസിൻ്റെ സം എന്ന് പറയുന്നത്, അതായത് Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര പ്ലസ് QK ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK. ക്ലിയർ ആണല്ലോ? ഇനി ഈ QIസിൻ്റെ സമ്മിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാലോ. QI എന്ന് പറയുന്നത് എക്സ് ട്രാൻസ്പോസ് AI എക്സ് ആണ്. അപ്പം എക്സ് ട്രാൻസ്പോസ് എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഈ ഒരു ഫോമിൽ എഴുതാലോ. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാര്യമുണ്ട്. എന്താണ്? സമ്മേഷൻ AI ഈക്വൽ ടു I. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ QIസിൻ്റെ സം നമുക്ക് എന്ത് കിട്ടി? എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ എക്സ് ട്രാൻസ്പോസ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സമ്മേഷൻ QIസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? വി ഓൺലി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ട്രാൻസ്പോസ് എക്സ് ഈസ് കൈ സ്ക്വയർ വിത്ത് P ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്തുകൊണ്ടാണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? സമ്മേഷൻ RI എന്ന് പറയുന്നത് P ആണെന്ന്, അതായത് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK എന്ന് പറയുന്നത് P ആണെന്ന്. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എക്സ് ട്രാൻസ്പോസ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ വിത്ത് P ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? P ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK എന്ന് കിട്ടും. സോ ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കുക. ഇനി ക്വാഡ്രാറ്റിക് ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ റാങ്ക് R1 ആണെങ്കിൽ ഈ ഒരു ഫോമിൽ നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഫോമിനെ എഴുതാനായിട്ട് പറ്റും. എന്താണ്? പ്ലസ് ഓർ മൈനസ് y1 സ്ക്വയർ പ്ലസ് ഓർ മൈനസ് y2 സ്ക്വയർ പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് yr1 സ്ക്വയർ. ഓക്കെ, അപ്പം y1 y2 എക്സെട്ര yr1 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സിൻ്റെ ഒക്കെ ബേസിസിൽ നമ്മൾ എഴുതുന്നതാണ്. അപ്പം ഈ ഒരു ഫോം എക്സ് ട്രാൻസ്പോസ് A1 എക്സിന് ഈ ഒരു ഫോം നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് ട്രാൻസ്പോസ് A2 എക്സ് വരുമ്പം എന്താണ്?
എന്താണ് വരിക? yr1 പ്ലസ് 1 തൊട്ട് yr1 പ്ലസ് r2 വരെയുള്ള ടേംസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് നമുക്കത് എഴുതാൻ പറ്റും. ഈ ഒരു ഫോമിൽ നമുക്കതിനെ എഴുതാം. അതായത് നമ്മൾ അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നതാണ് yr1 പ്ലസ് 1 എന്ന്. ഓക്കെ, അപ്പം എത്ര എണ്ണം ഉണ്ട്? ആകെ ടോട്ടല് yr1 പ്ലസ് r2 പ്ലസ് r3 പ്ലസ് എക്സെട്ര പ്ലസ് rk വരെയുള്ള ടേംസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോമിന് ഇങ്ങനെ ഒരു ഫോം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് അതിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ സൈൻ അനുസരിച്ച് അല്ലെങ്കിൽ ഡയഗണൽസിൻ്റെ സൈൻ അനുസരിച്ചായിരിക്കും പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അപ്പോൾ അത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് എന്നിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ നമുക്കിങ്ങനെ ഒരു ഫോം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ കെ, അതായത് എക്സ് ട്രാൻസ്പോസ് എ കെ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ക്യൂ കെയ്ക്ക് ഈ ഒരു ഫോമാണ് വരിക. അപ്പോൾ ആ വൈസിൻ്റെ സഫിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ഫോമിൽ നമ്മുടെ കെ ക്വാഡ്രാറ്റിക് ഫോംസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ഇതിൽ നിന്ന് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസിൻ്റെ സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ സമ്മേഷൻ ക്യൂ ആയി നമ്മൾ എക്സ് ട്രാൻസ്പോസ് എക്സ് ആണെന്ന് കണ്ടിരുന്നു. അതിനെ നമുക്ക് വൈ ട്രാൻസ്പോസ് ഡെൽറ്റ വൈ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. വൈ എന്താണ്? ഈ r1 പ്ലസ് r2 പ്ലസ് എക്സെട്ര പ്ലസ് rk വേരിയബിൾസ് ഉള്ള ഒരു വെക്റ്റർ, അതാണ് നമ്മുടെ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ വൈനെ സി എക്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട്, എക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ശരിയാണല്ലോ? വൈ എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ ഒരു വെക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനെ നമുക്ക് സി എക്സ്, നമുക്കറിയാം എക്സിൻ്റെ ക്വാഡ്രാറ്റിക് ഫോമിനാണ് വൈസിൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയത്. അപ്പം വൈനെ നമുക്ക് സി എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. സി ഒരു അൺനോൺ വെക്ടറാണ്. അപ്പം സി എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് വരിക? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് മീൻ വെക്ടറും ഡിസ്പേർഷൻ മെട്രിക്സും ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് വൈയുടെ ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് തുടരും. സോ വൈ ഡെൽറ്റ വൈ, വൈ ഡാഷ് ഡെൽറ്റ വൈയുടെ വാല്യൂ എന്ത് വരും? വൈക്ക് സി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ട്രാൻസ്പോസ് സി ട്രാൻസ്പോസ് ഡെൽറ്റ സി എക്സ് എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ എന്താണ് ഈ വൈ ട്രാൻസ്പോസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്? എക്സ് ട്രാൻസ്പോസ് എക്സ് ആണ് അല്ലേ? വൈ ട്രാൻസ്പോസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ക്യു ഐസിൻ്റെ സമ്മാണ്. അതെന്ന് പറയുന്നത് എക്സ് ട്രാൻസ്പോസ് എക്സ് ആണ്. അതെന്ന് പറയുന്നത് എക്സ് ട്രാൻസ്പോസ് സി ട്രാൻസ്പോസ് ഡെൽറ്റ സി എക്സ് എന്ന് കിട്ടി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സി ട്രാൻസ്പോസ് ഡെൽറ്റ സി എന്ന് പറയുന്നത് ഐ പി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയ്ക്ക് നമ്മുടെ സിയുടെ ടേംസിൽ, സി എന്ന് പറയുന്ന വെക്ടേഴ്സിൻ്റെ ടേംസിൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ഡെൽറ്റയുടെ വാല്യൂ എന്ത് വരും? So we get delta equal to C into C transpose inverse. Also delta is a diagonal matrix. Okay, so C into C transpose inverse ആണ് നമുക്ക് ഡെൽറ്റ എന്ന് കിട്ടിയത്. So C is a matrix of course. അപ്പം y equal to Cx എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ ആണ് where C is a matrix. Okay, അപ്പം നമുക്കറിയാം സി ട്രാൻസ്പോസ് ഡെൽറ്റ സി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് ഡെൽറ്റ ഈസ് എ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഓൺലി പോസിറ്റീവ് ഡയഗണൽസ്. ക്ലിയർ ആണല്ലോ? ഡെൽറ്റയുടെ ഡയഗണൽ എൻട്രീസ് പോസിറ്റീവോ നെഗറ്റീവോ ആകാമെന്ന അസംഷനിലാണ് നമ്മൾ ആദ്യമേ എഴുതിയത്. പക്ഷെ സി ഇൻറ്റു സി ട്രാൻസ്പോസിന് പോസിറ്റീവ് ഡയഗണൽസ് ആണ്. സോ ഡെൽറ്റ ഈസ് എ ഡയഗണൽ മെട്രിക്സ് വിത്ത് പോസിറ്റീവ് ഡയഗണൽസ് വിച്ച് മീൻസ് ഡെൽറ്റ ഈക്വൽ ടു
ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ പി. സോ ഡെൽറ്റ ഐ പി ആണെങ്കിൽ എന്ത് കിട്ടി? എക്സ് ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വൈ ട്രാൻസ്പോസ് ഡെൽറ്റ വൈ ഈക്വൽ ടു വൈ ട്രാൻസ്പോസ് വൈ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? വൈ ട്രാൻസ്പോസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ വിത്ത് പി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്കറിയാം വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പി വേരിയേറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്, വിച്ച് മീൻസ് വൈ ട്രാൻസ്പോസ് വൈ എന്ന് പറയുന്നത് എന്താണ്? സമേഷൻ വൈ ഐ സ്ക്വയർ അല്ലേ? അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് വരും? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം വൈ ട്രാൻസ്പോസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം നമ്മൾ ആദ്യമേ കണ്ടു എക്സ് ട്രാൻസ്പോസ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK ഈക്വൽ ടു P. പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൂഫിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ തോന്നാവുന്നത് ഒന്ന് ക്വാഡ്രാറ്റിക് ഫോംസിനെ നമ്മൾ ആ വൈയുടെ ടേംസിൽ എഴുതുന്ന ഭാഗത്ത്. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ ഉള്ളതാണ്. പിന്നീട് നിങ്ങളിപ്പം ലീനിയർ ഓൾജിബ്ര കൂടുതലായിട്ട് നെറ്റിന് വേണ്ടിയോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയോ ലീനിയർ ഓൾജിബ്ര പഠിക്കുമ്പം ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഫോം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അവിടെ നിന്നാണ് നമുക്ക് സി ഇൻറ്റു സി ട്രാൻസ്പോസ്, സി ഒരു നമ്മുടെ നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പോൾ സി ഇൻറ്റു സി ട്രാൻസ്പോസിൻ്റെ എൻട്രീസ് വരിക പോസിറ്റീവ് ഡയഗണൽസ് ആണെന്ന് കിട്ടി. അങ്ങനെ ഡെൽറ്റ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് തന്നെ കിട്ടി. നമുക്കറിയാവുന്ന ഡെൽറ്റയുടെ ഡയഗണൽ വാല്യൂസ് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. സി ഇൻറ്റു സി ട്രാൻസ്പോസ് പോസിറ്റീവ് ആകുന്ന കേസിൽ ഡെൽറ്റയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകാതെ പറ്റില്ല. സോ അങ്ങനെയാണ് എക്സ് ട്രാൻസ്പോസ് എക്സും വൈ ട്രാൻസ്പോസ് വൈയും ഈക്വൽ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിതിൻ്റെ സഫിഷ്യൻസി പാർട്ട് നോക്കാം. അപ്പം എന്താണ്? നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്കറിയാം സമേഷൻ RI P ആണെന്ന്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? QIs ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്കറിയാം എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പി വേരിയേറ്റ് സ്റ്റാൻഡേർഡ് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ്? എക്സ് ട്രാൻസ്പോസ് എക്സ് എന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ്. അതെന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ശരിയാണല്ലോ? സോ സമ്മേഷൻ QI എന്താണ്? എക്സ് ട്രാൻസ്പോസ് എക്സ് ആണ്. എങ്ങനെയാണ്? എക്സ് ട്രാൻസ്പോസ് A1 x പ്ലസ് എക്സ് ട്രാൻസ്പോസ് A2 x പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് ട്രാൻസ്പോസ് AK x എന്ന് പറയുന്നത് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു I ഇൻറ്റു എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് ട്രാൻസ്പോസ് എക്സ്. അതും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സമ്മേഷൻ QIയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? കൈ സ്ക്വയർ P. സോ അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് തരിക. നമുക്കറിയാം QI എന്ന് പറയുന്നത് എക്സ് ട്രാൻസ്പോസ് AI എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 2IT റേസ് ടു മൈനസ് RI/2. ഓക്കെ, സമ്മേഷൻ QIയുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ട്രാൻസ്പോസ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്? 1 മൈനസ് 2IT റേസ് ടു മൈനസ് P/2. അപ്പോൾ P എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RK ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ QIയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാമല്ലോ. എന്താണ്? 1 മൈനസ് 2IT റേസ് ടു മൈനസ് R1/2 ഇൻറ്റു 1 മൈനസ് 2IT റേസ് ടു മൈനസ് R2/2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് 2IT റേസ് ടു മൈനസ് RK/2. അതായത് എന്താണ്? 5K1 of t പ്ലസ് 5K1 of t ഇൻറ്റു 5K2 of t ഇൻറ്റു എക്സെട്ര 5QK of t അല്ലേ? അതായത്
കെ ക്വാഡ്രാറ്റിക് ഫോംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ്. അത് എപ്പോൾ മാത്രമേ സംഭവിക്കാറുള്ളൂ? സമ്മേഷൻ ക്യു ഐ, അതായത് ക്യു ഐസ് ഇൻഡിപെൻഡൻ്റ് ആകുന്ന കേസിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോമിൽ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് സമ്മേഷൻ ക്യു ഐയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഈ ഒരു ഫോമിൽ എഴുതണമെങ്കിൽ ക്യു ഐസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതൊരു നെസസറി ആൻഡ് സഫിഷ്യൻ്റ് കണ്ടീഷൻ അല്ല, ഒരു സഫിഷ്യൻ്റ് കണ്ടീഷൻ മാത്രമാണ്. അപ്പം നമുക്കിവിടെ സമ്മേഷൻ ക്യു ഐയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ 1 - 2it raised to -p/2 എന്ന് കിട്ടി. അതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാനായിട്ട് പറ്റി. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ക്യു ഐസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സഫിഷ്യൻസി പാർട്ടിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പം അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൂഫാണ്. നെസസറി പാർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇത്രയാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസിൻ്റെ തിയറംസ്. 4 തിയറംസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രൂഫ് ഡിഫറെൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാലായിട്ട് ചോദിക്കുക. അപ്പം ഇതിൻ്റെ റിസൾട്ടുകൾ പിന്നീടാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ ആവശ്യമായിട്ടുള്ള റിസൾട്ടുകളാണ്. അപ്പം ഈ റിസൾട്ടുകൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.